അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ പിന്തുണയ്ക്കരുത്, സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങളുടെ കൈകളെല്ലാം അവനെതിരെ ഉയരണം. ഒരാൾ ഉയർത്തിയാൽ പോരാ, നിങ്ങളെല്ലാവരും ആ അതിക്രമിക്കെതിരെ ശബ്ദം ഉയർത്തണം, കൈകൾ ഉയർത്തണം. പിന്നെയും പറഞ്ഞു, നിങ്ങളിൽ ഒരാളുടെ മകനാണ് അതിക്രമം ചെയ്തതെങ്കിലും അവന് വേണ്ടി നിങ്ങൾ വാദിക്കാൻ നിൽക്കരുത്, അവന് വേണ്ടി നിയമത്തെ ദുർവ്യാഖ്യാനിക്കരുത്, അവന് വേണ്ടി നിയമത്തെ നിങ്ങൾ അനുകൂലമാക്കി മാറ്റരുത്. നിങ്ങളുടെ മകനാണ് തെറ്റ് ചെയ്തതെങ്കിലും നിങ്ങൾ അവനെ എതിർത്തേ പറ്റൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണഘടന എഴുതുന്നതിനിടയിൽ റസൂലുള്ളാഹ് അവിടെ രേഖപ്പെടുത്തി. ഇബ്നു ഹിശാം തന്റെ സീറയിൽ അത് കൊടുക്കുന്നുണ്ട്. എത്ര മനോഹരമാണ്! സ്വജനപക്ഷപാതിത്വം, പരസ്പരമുള്ള ധാരണകൾ, രാഷ്ട്രീയ പാർട്ടികൾ പരിഗണിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ, പിരിച്ചുവിടലുകൾ, അതുപോലെയുള്ള പല കെടുകാര്യസ്ഥതകളും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും തകർത്ത് കളയുന്ന കാലത്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞത് പ്രസക്തമാകുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാ 135-ാമത്തെ ആയത്തിന്റെ ആശയമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണഘടനയിൽ എഴുതി രേഖപ്പെടുത്തിയത്. ആയത്ത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസിഹിം അവിൽ വാലിദൈനി വൽ അഖ്റബീൻ. അല്ലേ വിശ്വാസികളെ, നിങ്ങൾ നീതി പാലിക്കണം. അല്ലാഹുവിന്റെ സാക്ഷിയായി നിങ്ങൾ ഇവിടെ നിലയുറപ്പിക്കുകയും വേണം. നിങ്ങൾ ഒരിക്കലും അനീതി കാണിക്കരുത്, അനീതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യരുത്. വലൗ അലാ അൻഫുസിഹിം, നിങ്ങൾക്കെതിരാണ് നിയമമെങ്കിലും, അവിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾക്കോ എതിരാണ് നിയമമെങ്കിലും നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ നിൽക്കരുത്, നിയമത്തെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം